ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചാക്കോടെ ആകാശേട്ടൻ്റെ കല്യാണമാണോ? ആകാശേട്ടൻ്റെ പെങ്ങളുടെ നിശ്ചയമാണ്. അത് നമ്മൾ കാണാൻ വന്നേക്കാണ്. ചാക്കോടെ കൂടെ വാരണാസി വർക്ക് ചെയ്യുന്ന ചേട്ടനാണ്. വർക്ക് ചെയ്ത് ഇപ്പം എന്താ പറ്റി? ഇപ്പം പുള്ളി വേറെ കമ്പനി, പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടി. നമ്മൾ അതിന് കൂടാൻ വന്നേക്കാണ് ഗൈസ്. വന്നിരിക്കുന്ന സ്ഥലം എവിടെയോ ആണ്. വന്നിരിക്കുന്ന സ്ഥലം ഞാൻ പറയുന്നതിന്റെ ബാക്കിയായിട്ട് നീ പറയണം. അതിന് വേണ്ടിട്ടാ. കൊറേ തിരക്ക് കാരണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ അങ്ങേറ്റ് തോണ്ടിട്ടുണ്ടോന്നു. നമ്മൾ ഈസി ആയിട്ടെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഇപ്പം മൊത്തം എത്ര പിള്ളേരാ? 3 പേര്. നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു ഗൈസ്. കൂട്ടു പിള്ളേരൊക്കെ ഉണ്ട്. അത് വലിയ പിള്ളേർ. നമ്മൾ 15 നിന്ന് 17 അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. കുറേ നാളുകൾക്ക് ശേഷം സദ്യ കഴിക്കാൻ പോവാണ്. എനിക്കറിയാം. ആദ്യം പരിപ്പ് വരും, പരിപ്പ് നെയ്യും വരും. അത് നല്ല ഭംഗി കേട്ടോ. നമുക്ക് ചോറും പരിപ്പും സാമ്പാറും, കൊഞ്ചൻ ക്യാബേജ്, കൊഞ്ചൻ കാളൻ, പിന്നെ സാധനം, പിന്നെ ഞമ്മടി, പിന്നെ ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ബൈറ്റ് എടുക്കാൻ തുടങ്ങുന്നത്. എങ്ങനെ നമ്മൾ മിക്സ് ചെയ്തു കഴിക്കണം. അടിപൊളി, കൊള്ളാം. ഞാനെന്നാൽ കട്ട് ചെയ്തിട്ട് ബാക്കി തിന്നിട്ട് ഇൻട്രോവേർട്ട്. ശരി, എന്നാൽ ബൈ. കുറച്ച് വൈകിയാണെങ്കിലും ഈ പുള്ളി വന്ന ഗൈസ് നമ്മുടെ മധുരക്കറി. എല്ലാ സദ്യയിലും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു സാധനം മധുരക്കറി. നമുക്കൊരു കൂട്ട് ഒരു ട്രിപ്പ് കൂടെ എടുക്കണം. ഓക്കെ, കഴിച്ചിട്ട് വരാം. എനിക്കുണ്ടല്ലോ, ഇനി ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളതിന് ചോറ് ഒന്ന് വിളമ്പിടുമല്ലോ. ചോറ് വിളമ്പിടുമ്പോൾ ഒരു സ്ഥലം മാറ്റി വെക്കണം. ഓക്കെ, ഓർക്കാം. എന്നിട്ട് രണ്ടാമത് തൈരിട്ട് കൂടുതൽ പിടിക്കാം. നീ ആരോടാ ഈ പറഞ്ഞു തരണേ? ശരിയാണ്, അത്രയ്ക്കൊന്നുമില്ല, എന്നാലും പറയുന്നു ചെറുതായിട്ട്. പായസം അത് നമുക്കിനി പായസം കഴിച്ചാൽ അണ്ടിപ്പരിപ്പൊക്കെ. എനിക്ക് ഈ പപ്പടവും പഴവും ഒക്കെ ഇഷ്ടമില്ല.
ഇറ്റ്സ് ഗുഡ്. പക്ഷെ ഭയങ്കര മധുരം. ചാക്കോ എന്നെ ഒറ്റയ്ക്കൊക്കെ എഴുന്നേറ്റ് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്ക് കഴിക്കാം. ഇഞ്ചിക്കറി പിന്നെ മേടിച്ചായിരുന്നു. അങ്ങനെ കഴിയുമോ? കുറെ നേരം പിടിക്കുമല്ലോ. പഴയപോലെയല്ലേ, ആസ്വദിച്ചിരുന്ന് കഴിക്കണം. അതെ, ഇതൊക്കെ ഇപ്പോഴല്ലേ പിന്നെ പറ്റുള്ളൂ. മനസ്സിലായോ? നമ്മളിവിടെ നിൽക്കാൻ ടീപ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? കണ്ടു നടക്കട. കഴിച്ചിട്ട് തട്ടെ. അല്ല, ഇവിടെ കിടന്ന് ഞാൻ നടക്കണം. ഞാനൊരു കാര്യം സ്പോട്ട് ചെയ്യണം. ഇവൻ വലിയ കാര്യത്തിന് എന്നോട് കഴിക്കുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നാ. പക്ഷെ ഇവൻ ഇല മടക്കിയിരിക്കുന്നുണ്ടോ? ഇങ്ങനെയല്ല മടക്കേണ്ടത്. ഇങ്ങനെ വേണം മടക്കാൻ. ഇങ്ങനെ വേണം എല്ലാം മടക്കി. എന്നിട്ട് ഈ കപ്പ് ഇതിൻ്റെ പുറത്ത് വെക്കണം. ഇതിൻ്റെ ഹോം ടൂർ കാണാം. അയ്യോ, ആകാശത്തിൻ്റെ വീടിൻ്റെ ഹോം ടൂർ കാണാം. ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് വരാനല്ലോ. ഞാൻ വിചാരിച്ചു നിനക്കിനി മടിയാണോ? പരിചയപ്പെടും. സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിളിക്കാം. ചുമ്മാ കാണാനല്ലേ പറ്റുള്ളൂ. ചുമ്മാ കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ അങ്ങനെയൊക്കെ പറയട്ടെ. ഞാൻ ഹായ്, എന്ത് മനോഹരമായ നല്ല രസമാണ്. ഞാൻ വ്യൂ എല്ലായിടത്തും വ്യൂ. അതെ, ഇത് വേനൊക്കെ ആയതുകൊണ്ടാണോ ഇത്ര മഴക്കാലത്താണ് ഇതില് വരാനും പറ്റില്ല. എപ്പോഴും ഒരു കല്ലോ വാനം വല്ല കൊണ്ടുവരുന്നേ സാധനമല്ലേ പോയ റൂട്ട് കൂടെ. എന്തായിരുന്നു ബ്ലോഗ് എടുത്തു അറിയാം. അറിയാൻ പറ്റും. ഒന്നുമില്ല, നീ നിന്റെ മോന്ന് വെച്ചോണ്ടിരിക്കുകയാണ്. എന്തിനൊക്കെ പറയണ്ടെന്ന് ഓർത്ത് പോകുന്ന പട്ടി. നീ നിന്റെ മോന്നിലോട്ട് തിരിക്കുമ്പോഴേ ആ സാധനം റൂട്ട് കൂടെ പോയത് ഞാൻ പറയാം. അത് അങ്ങോട്ട് ഒരു സാധനം. ഓ വാഴ ചാക്കോ ഡിപ്രഷനിലാണ്. ഞാനിപ്പോ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇതിപ്പം നിന്റെ സംഭവം മറ്റേ ഏതെങ്കിലും ബെഡാ ടീംസ് കാണുന്നു. നമ്മളൊക്കെ തന്നെ പറയാം, നമുക്കൊക്കെ നമ്മുടെ ഈ ചെറിയ ചെറിയ സംഭവങ്ങളിൽ നിന്നുള്ള അറിവുകളല്ലോ. ആരും പെടാത്ത ടീംസും കാണും. എന്നാലും ഞാൻ പറഞ്ഞു വന്നതല്ല, അതായത് ഇങ്ങനത്തെ റോഡുകൾക്ക് ഈ കുറച്ചു പേര് മുമ്പ് കാണിച്ച പരിപാടി ഉണ്ടല്ലോ, അതൊട്ടും ആപ്ലിക്കബിൾ അല്ല. വണ്ടി വട്ടം മറിയും. അതുകൊണ്ടാണ് വണ്ടി അവിടെ ഇങ്ങനെ തിങ്ങി കറങ്ങി നിന്ന്. വളവും തിരിവുകളും ഉള്ള വഴിയിൽ കൂടെ എങ്ങനെയൊക്കെ നമുക്ക് വണ്ടി ഓടിക്കാം എന്നാണ്. എങ്ങനെയൊക്കെ ബാക്കിയുള്ളവർക്കല്ല, എങ്ങനെയൊക്കെ നിനക്ക് വണ്ടി ഓടിക്കാം എന്നാണ്. പട്ടി ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ഇതിന്റെ വ്ലോഗിന് വേണ്ടി പറയുന്നതല്ല. അത്രയൊക്കെ